ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഡിസംബർ 1 ആണല്ലോ. അപ്പം എൻ്റെ ഫേവറേറ്റ് മന്താണ് ഡിസംബർ കേട്ടോ. അപ്പോൾ ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ കൂടിയാണ്. നമ്മുടെ ഗിവ് അവേയുടെ വിന്നറിനെയും കൂടി അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആ ഒരു ഫ്ലോയിൽ കണ്ടുപോയാലല്ലേ ഒരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇടയ്ക്കായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുക, അങ്ങനെ ചെയ്ത് കഴിഞ്ഞൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം കാണാൻ നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് തന്നെ സ്റ്റാറൊക്കെ കാണിച്ചാണ് തുടങ്ങുന്നത്. ആൻഡ് നമുക്കിനി ഡിസംബർ 1 ജേണൽ ചെയ്യണമല്ലോ. അപ്പോൾ എന്തായാലും ഡിസംബർ മാസത്തിലെ ജേണലാണ് ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ മെയിൻ ഡയറി ഉണ്ടല്ലോ, അത് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഡിസംബർ എന്നൊക്കെ എഴുതുന്നുണ്ട്. ഈ ബ്രഷ് പെന്നിൻ്റെ ടിപ്പ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് പോയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ഇതായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് എഴുതുന്നത്. കാരണം അത്ര കറക്റ്റ് ആവുന്നില്ല. പിന്നെ തീരാറും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര സെറ്റായിട്ടൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഡിസംബർ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ആ കോഡത്തിൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡിസൈൻസ് സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വലിയ എന്താ ഒരു സ്പ്രെഡ്, ഒരു ചെറിയൊരു ജേണൽ എന്നേ പറയാനുള്ളൂ. അല്ലാതെ ഭയങ്കര ഒരു ആർട്ട് ജേണലിംഗ് ഒന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഡിസംബർ എന്ന് വെച്ചാൽ ഒരു റെഡ് കളർ, ആ ഒരു ഫീലാണല്ലോ ക്രിസ്മസ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെഡ് കളർ വെച്ചൊന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് ഈ വീഡിയോയിൽ അങ്ങനെ ഒത്തിരി ടൈമുള്ള പോലെയൊക്കെ തോന്നിയാൽ തന്നെ ഒരു 6 മിനിറ്റൊക്കെ അല്ലേ ഉള്ളൂ. പക്ഷെ അത്രയും ഇതുപോലും ഇല്ല. കാരണം അതിൽ ഫുള്ള് ഞാൻ ഇങ്ങനെ ഓരോന്ന് എഴുതുന്നും കൊടുക്കുന്നേക്കേ ഉള്ളൂ. അല്ലാണ്ട് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. സോ ഇതുപോലെ ഡിസംബർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഡിസംബർ എന്ന് പറഞ്ഞാൽ ഓർമ്മ വരുന്നത് ക്രിസ്മസ് ആണല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റിക്കേഴ്സ് വാങ്ങിയപ്പോൾ തൊട്ട് കുറേ 1-2 ഷീറ്റ്സ് ഉണ്ട്. അതിൽ ഫുള്ള് ക്രിസ്മസ് തീമിലെ സ്റ്റിക്കേഴ്സ് ആയിരുന്നു. അപ്പം അന്നേരം തൊട്ട് ഞാൻ ഇത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഡിസംബർ ആയ സ്ഥിതിക്ക് ഡിസംബറിൻ്റെ ജേണലിലും ഇത് കൂട്ട് കുറച്ചെണ്ണം ഒട്ടിക്കണമല്ലോ. അങ്ങനെ ഞാൻ ഇതുപോലെ പെട്ടെന്നൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് ഒട്ടിക്കുന്നുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ വരുന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചില സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിങ്ങനെ വരാൻ പാടാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ ഒട്ടിക്കാൻ നോക്കിയിട്ട് വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ കഷ്ടപ്പെട്ട് ചിലതൊക്കെ ഇങ്ങനെ കീറിയും പോകും. അപ്പോൾ അതുകൊണ്ട് അത് പറിച്ചിട്ടില്ല, ഒരെണ്ണം എടുത്തില്ല. പിന്നെ ബാക്കി ഞാൻ ട്രീ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബോയ്, പിന്നെ ഗേളിനെ അങ്ങനെയൊക്കെ ഒട്ടിച്ച് സ്റ്റിക്കേഴ്സ് മാത്രമേ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ്, അല്ലാതെ അങ്ങനെ എക്സ്ട്രാ വേറെ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. ക്രിസ്മസ് ചാനലിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. ഗൈസ് ആൻഡ് സോറി, നമുക്ക് ഇന്ന് തൊട്ട് നമ്മൾ ക്രിസ്മസ് ക്രാഫ്റ്റൊക്കെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇന്നെനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒത്തിരി തിരക്കായിരുന്നു ഈ ഒരു വീഡിയോയുടെ പുറകെ നടന്ന്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നാളെ തൊട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്തായാലും ഇനി എന്താ പരിപാടി എന്നല്ലേ, ഈ 2 ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ, അതൊന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇതിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് ചെറിയൊരു മിനി ഐഡിയ എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് വിഷ് എഴുതണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എഴുതി കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള മാർക്കേഴ്സ് അങ്ങനെയൊക്കെ യൂസ് ചെയ്തെഴുതാം. ഞാനിപ്പം എഴുതിക്കുളവാക്കാൻ നിന്നില്ല. എൻ്റെ കയ്യിലുള്ള സ്റ്റിക്കർ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ 1-2 ഷീറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്റ്റിക്കേഴ്സ് അതിൽ ഒട്ടിച്ച്, അങ്ങനെ കുറച്ച് സ്റ്റിക്കേഴ്സ് 2 ഷീറ്റ് സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ 2 ചോക്ലേറ്റും ഇതുപോലെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയൊരു ഇതും. ഇത്രയാണ് ഞാൻ ആ ഒരു കവറേജിൽ പാക്ക് ചെയ്തിട്ടുള്ളത്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, അപ്പോൾ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. ഇപ്പോൾ അവൾ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും കണ്ടാലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചു. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ കുറേ നേരമായല്ലോ. എന്തായാലും നേരെ വിന്നർ ആരാന്ന് നോക്കിയാലോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വിന്നർ ആരാന്നറിയാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്കറിയായിരുന്നു ആരായിരിക്കും എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിൽ വിഷമമുണ്ട് കേട്ടോ. കാരണം ഇത്രയും പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 152 കമൻറ്റ്സ് ഉണ്ടായിരുന്നു ഗൈസ്. ആൻഡ് ഇതിൻ്റെ പാർട്ട് 2 വീഡിയോയിൽ ഞാൻ വേറെ ഈ വിന്നറിൻ്റെ ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്ന കാര്യങ്ങളും, അതുപോലെ ഇതിൻ്റെ തൊട്ട് സെക്കൻഡായിട്ടുള്ള ആൾക്കൂടെ ഒരു പെൻബാൾ അയക്കുന്നുണ്ട്. സോ ആ പെൻബാളിൻ്റെ ഇതും ഒക്കെ അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം പാർട്ട് 2 എന്തായാലും നാളെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കാണണേ. അതിലാണ് നമ്മുടെ ഈ വിന്നറിന് നമ്മൾ റൂൾസൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ വിന്നറിനെ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂല്ലോ. അപ്പോൾ ആ റൂൾസ് എല്ലാം കറക്റ്റാണെന്ന് നോക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് വിന്നർ ആരാന്ന് നോക്കാം. ഞാനിതുപോലെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തിട്ട് ഇതുപോലെ കമ്മ്യൂണിറ്റി, നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഉള്ളവരാണെങ്കിൽ അറിയാമായിരിക്കുമല്ലോ. ഇതുപോലെ എടുത്തിട്ട് കറക്റ്റായിട്ട് നോക്കുന്നുണ്ട്. ഈ ഫോണിൽ നിന്ന് കണ്ടാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ലായിരിക്കും ഇതുപോലെ. അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെയായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിന്നർ ഈ ഒരാളാണ് കേട്ടോ. വിന്നർ ആരിൻ്റെ ഒരു ID യുടെ സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിലായിട്ട്
കൊടുക്കാം കേട്ടോ. ഇതാണ് ഞാനിതിനെ കാണിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ വിന്നറാവാത്ത ആരും വിഷമിക്കേണ്ട കേട്ടോ. കാരണം ഇനി വല്ലോ 10 കേക്കോ അങ്ങനെ എപ്പോഴേലും ഏതെങ്കിലും ടൈമിൽ ഇനി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതുവരെ സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ എന്തായാലും ഗിവ് അവേ കിട്ടുന്ന ആൾ സപ്പോർട്ട് ചെയ്യുമോ, വീഡിയോ കാണുമോ, കമൻറ്റ് ഇടുകയൊക്കെ ചെയ്യുമായിരിക്കും. ബാക്കി എല്ലാവരും തന്നെ പോവുമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഗിവിൽ നിങ്ങളായിരിക്കും എന്തായാലും വിന്നർ ആവാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വിന്നർ ഹന വ്ളോഗ്സ് ആണ്. അപ്പോൾ ഞാനിവിടെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ നെയിം പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കൺഗ്രാറ്റ്സ് ഹന. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് സെക്കൻഡായിട്ട് ഒരാൾക്ക് പെൻബാളും കൂടി കൊടുക്കുന്നുണ്ട്. അത് ഷെങ്ങിനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഹന എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ നമുക്ക് ന്യൂ വിന്നറിനെ സെലക്ട് ചെയ്യണമല്ലോ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിക്കർ ബുക്ക്. ബ്ലൂ തീമിലാണ്, നല്ല എസ്തെറ്റിക് ആൻഡ് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് ജേണലിനൊക്കെ പറ്റിയ. അതൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചതാണ്. അപ്പോൾ പാർട്ട് 2 കാണാൻ എന്തായാലും മറക്കണ്ട. അപ്പോൾ വിന്നറും കാണണം, ബാക്കിയുള്ളവരും കാണണം കേട്ടോ. കാരണം എന്നാലും നമുക്ക് ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നാളെ ആയിരിക്കും വരുന്നത്. ഈ വീഡിയോ ഇടാൻ തന്നെ കുറേ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു എന്താ വീഡിയോ വരാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ തിരക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് പേരാണ് എന്നെ വാട്സാപ്പിൽ കൂടെയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി. അപ്പോൾ അതുകൊണ്ടായിരുന്നു ലേറ്റ് ആയത്. അപ്പോൾ എന്തായാലും ബൈ. അപ്പോൾ വിന്നർ എന്നെ കറക്റ്റായിട്ട് ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയോ വഴി കോൺടാക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ. കറക്റ്റായിട്ട് തന്നെ അഡ്രസ്സൊക്കെ പറയണം, അല്ലെങ്കിൽ ഗിഫ്റ്റൊക്കെ വേറെ എവിടെയെങ്കിലും എത്തും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് അഡ്രസ്സ് പറയാൻ ശ്രദ്ധിക്കുക. ഇൻസ്റ്റാഗ്രാം ഐ ഡി ക്രാഫ്റ്റി ലൂണ എന്നാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ലൈക്ക്, സബ്സ്ക്രൈബും കമൻറ്റും മറക്കണ്ട കേട്ടോ. അപ്പോൾ ബൈ.